ഹായ്, ഫ്ലോറിംഗ് ഗ്രിവിന് മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളാണ് സംസാരിക്കുന്നത് കേട്ടോ. മാർബിളിന്റെ വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്നുള്ള പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ട്. കാരണം പല ഒരു കാറ്റഗറി പേരുകളുണ്ടല്ലോ, മോർച്ചാന, മോർവേഡ്, അരുണ, GT, സാവർ, ഇതിനൊക്കെ എങ്ങനെ വില നിശ്ചയിക്കുന്നത്? എന്ത് മാനദണ്ഡമാണ്? എല്ലാ മെറ്റീരിയൽസും ഒരേ കാറ്റഗറിക്കല്ല ഒരേ വിലയാണോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിന് MRP എന്ന് പറഞ്ഞ സംഭവം ഇല്ല കേട്ടോ. കാരണം കല്ലിന് മാക്സിമം ഇതൊരു പ്രൊഡക്റ്റ് നമുക്കൊരു പാക്ക് ചെയ്ത് വരുന്ന സാധനമല്ലല്ലോ. അതുകൊണ്ട് തന്നെ കല്ല് കോറിയിൽ നിന്ന് കുഴിച്ചെടുത്ത് അത് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ വഴി നമ്മൾ കേരളത്തിലേക്ക് എത്തിച്ചിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ വിലകളെ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. കാരണം ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ചേഞ്ച് വരാം, കട്ടിങ് സമയത്ത് ചേഞ്ച് ചെയ്ത് വരാം, നമ്മൾ മൈനിങ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ്പെൻസ് കൂടാം. അപ്പോൾ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വില വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മെറ്റീരിയലിന് നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇപ്പോൾ നാളെ പർച്ചേസ് ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും, മാറ്റം ഉണ്ടാവട്ടോ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിന് കറക്റ്റ് MRP ഇല്ല. എന്താണ് ഇതിന് എക്സ്പെൻസ്, അതും കൂട്ടി നമ്മുടെ പ്രോഫിറ്റും കൂട്ടിയിട്ടാണ് നമ്മൾ ഇതിന് വില നിശ്ചയിക്കാറുള്ളത്.